അസ്സലാമലൈക്കും. എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാഗിയാണ്. നിങ്ങളെല്ലാവരും മാഗി ഉണ്ടാക്കുന്ന ആളായിരിക്കും. പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് മാഗി. പക്ഷെ ഞാനിന്ന് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് കുട്ടികൾക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് മാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. ഞാനൊരു വലിയ ക്യാരറ്റ്, ഒരു സബോള, ഒരു തക്കാളി, ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് നിലക്കടലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺപ്യൂർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മാഗിക്ക് നമുക്ക് കൂടുതൽ ഓയിലൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയ സബോള കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് ഒരു 50 ഗ്രാമോളം നിലക്കടല ചേർത്ത് കൊടുക്കുക. നമ്മളെ നാട്ടിലെല്ലാം നിലക്കടല എന്ന് പറയുക. ചില സ്ഥലത്തൊക്കെ ഇതിന് കപ്പലണ്ടി എന്ന് പറയും. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതാ ഒരു 50 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് നന്നായിട്ട് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മുട്ട ഉടച്ചെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് ഇതേ തവയിൽ തന്നെ നടുവിലായിട്ട് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മുട്ട ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതെല്ലാം ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുട്ടികളെല്ലാം കഴിക്കാൻ കൂടുതൽ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഡബിൾ എടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3 ആൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 മുട്ടയോ 4 മുട്ടയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള അത്ര ഇടാം. അപ്പോൾ ഇതാ ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. ചെറിയ ടീസ്പൂണിന് 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. മാഗി മസാലയിൽ ഉപ്പും മുളകെല്ലാം ഉള്ളത് കൊണ്ട് നമ്മളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വെജിറ്റബിൾസിനും മുട്ടക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് 3 പാക്കറ്റ് മാഗി മസാല ഇട്ട് കൊടുക്കാം. 3 പീസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 പാക്കറ്റ് മാഗി മസാല ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു വലിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ള 1/2 ലിറ്ററിൻ്റെ, അത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ 3 മാഗിൻ്റെ പീസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ മാഗിയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിലെല്ലാം ഉപ്പുണ്ടാവും, മസാലയിൽ ഉപ്പും മുളകെല്ലാം ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ടിടാം. മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയായിരിക്കും. ഈ കടലയെല്ലാം കാണുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് കഴിക്കും. അപ്പോൾ ഇത് രാവിലെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും ജോലിക്കാർക്ക് പെട്ടെന്ന് പോകാനും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മാഗിയാണ്. അപ്പോൾ നിങ്ങളും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.